ഇപ്പോഴിതാ നീലത്തിമിംഗലങ്ങളെ വേട്ടയാടാനായി ഒരു അത്യാധുനിക കപ്പൽ പുറത്തിറക്കിയിരിക്കുകയാണ് ജപ്പാൻ. ഹിദേഗി ചൊക്കോറോ എന്ന സംരംഭകന്റെ കീഴിലുള്ള ക്യോഡോ സെൻപാക്കു എന്ന കമ്പനിയാണ് കാങ്കേമാരു എന്ന തിമിംഗല വേട്ട കപ്പൽ ഇറക്കിയിരിക്കുന്നത്. മദർഷിപ്പ് വെയിലിംഗ് എന്നാണ് ഈ കപ്പലിനെ വിശേഷിപ്പിക്കുന്നത്. തിമിംഗലങ്ങളെ വേട്ടയാടുകയും സംസ്കരണത്തിനും ഫ്രീസിംഗിനും ഒക്കെയായി ഉപയോഗിക്കുന്ന ഒരു വലിയ കപ്പലിന്റെ പങ്കിനെയാണ് മദർഷിപ്പ് വെയിൽ എന്ന് സൂചിപ്പിക്കുന്നത്. 8 മാസം നീളുന്ന വേട്ടയാണ് ഈ കപ്പൽ നടത്തുന്നത്. 48 ദശലക്ഷം ഡോളറാണ് കാങ്കേമാരുവിന് വേണ്ടി വന്ന ചെലവും. 370 അടി നീളവും 9300 ടൺ ഭാരവുമുള്ള കപ്പലാണിത്. ഇതിനു മുമ്പും തിമിംഗല വേട്ടയ്ക്കായി ജപ്പാൻ കപ്പലുകൾ പുറത്തിറക്കിയിരുന്നു. മുമ്പുണ്ടായിരുന്ന മിഷൻ മാരു എന്ന കപ്പൽ 3 പതിറ്റാണ്ടാണ് വേട്ടയ്ക്ക് ഇറങ്ങിയത്. അന്ന് ഒഴുകുന്ന അറവുശാല എന്ന് പരിസ്ഥിതി പ്രവർത്തകർ ഇതിന് പേരിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന കാങ്കേമാരു മിഷൻ മാരുവിനേക്കാൾ കരുത്തുറ്റതാണ്. 85 അടി വരെ നീളമുള്ള തിമിംഗലങ്ങളെ പിടികൂടാൻ കാങ്കേമാരുവിന് സൗകര്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.